ബിജെപിയുടെ പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും മുൻപ് നേമത്ത് മത്സരിക്കുമെന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വയം പ്രഖ്യാപനത്തിൽ സംസ്ഥാന ബിജെപിയിൽ ആശയക്കുഴപ്പം. പാർട്ടി രീതികൾക്ക് വിരുദ്ധമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതിനാൽ മുതിർന്ന ബിജെപി നേതാക്കൾ ന്യായീകരിക്കാതെ മുനവെച്ച് പ്രതികരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഭരണം പിടിക്കാൻ വഴിയൊരുക്കുമെന്ന കണക്കുകൂട്ടലാണ് നേതൃത്വം. 100% ഞാൻ മത്സരിക്കും. ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി പറയാം, നിയമം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ മത്സരിക്കും. ബിജെപി നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന നേമം മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. ബിജെപിയിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ശേഷം കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. സംസ്ഥാന അധ്യക്ഷൻ ആ കാര്യങ്ങളെല്ലാം നാളെ പാർലമെന്ററി ബോർഡ് പ്രഖ്യാപിക്കും. ബിജെപിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് എന്തിനാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് തോറ്റെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരുന്നു. അതിനാൽ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിക്കാൻ ബിജെപിക്ക് കഴിയുമെന്ന പ്രതീക്ഷ ഉയർത്താനാണ് നേതൃത്വത്തിന്റെ തന്ത്രം. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി ഒരുങ്ങിയെന്ന പ്രതീതി ഉണ്ടാക്കാനുള്ള നീക്കം കൂടിയാണ്. അതിനാണ് അഖിലേന്ത്യാ തലത്തിലുള്ള ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയ നടപടികൾ മറികടന്നുള്ള പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. ബിജെപിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന രീതി നോക്കാം. ഉദാഹരണത്തിന് നേമം മണ്ഡലത്തിൽ എങ്ങനെയാണ് മുൻകാലത്ത് സ്ഥാനാർത്ഥിയെ നിർണയിച്ചത്? ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ ഘടകം നേമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ പരിഗണിക്കേണ്ടവരുടെ 3 വീതം പേരുകൾ നിർദ്ദേശിക്കും. ഈ പേരുകൾ ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി ചർച്ച ചെയ്ത് സംസ്ഥാന നേതൃത്വം മുൻഗണന നൽകുന്ന പേര് നിർദ്ദേശിക്കുന്ന പട്ടിക ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. തുടർന്ന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ബിജെപിയുടെ പാർലമെന്ററി ബോർഡ് വിജയ മുന്നേറ്റ സാധ്യതകൾ പരിഗണിച്ച ശേഷം സ്ഥാനാർത്ഥി പട്ടിക ഡൽഹിയിൽ പ്രഖ്യാപിക്കും. 2021 കുമ്മനം രാജശേഖരൻ നേമത്ത് സ്ഥാനാർത്ഥിയായപ്പോഴും സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബിജെപിയുടെ രീതിയല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എൻ്റെ കാര്യം പാർട്ടി തീരുമാനിക്കും. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ന്യായീകരിക്കാൻ മുതിരുന്നില്ല. ഈ സ്ഥാനാർത്ഥിത്വം ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അത് കേന്ദ്രത്തിൽ നിന്നുള്ള ഇതൊക്കെയല്ലേ വരേണ്ടത്? മറ്റൊന്ന് ഇനി അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടവും പിന്നെ അറസ്റ്റും ഒക്കെ അല്ല, അതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ? സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊന്നുമില്ലാതെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനാൽ ബിജെപിയിലെ മുതിർന്ന നേതാക്കൾ അടക്കം പറയുകയാണ് ഇതല്ല ബിജെപിയിലെ രീതിയെന്ന്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.